കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കെ മുരളീധരൻ നാളെ പത്രിക സമർപ്പിക്കും. മണ്ഡലത്തിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ തീരുമാനമായെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിലെ ആശങ്കയെ തുടർന്നാണ് വടകരയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകിയത്. CPM-ലെ കരുത്തനായ P. ജയരാജനെ നേരിടാൻ വടകരയിൽ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് മുരളീധരന്റെ പേര് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിന് സമർപ്പിച്ചത്. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മണ്ഡലത്തിൽ സ്വാധീനമുള്ള മുസ്ലിം ലീഗിന്റെയും RMPയുടെയും നിലപാടും നിർണായകമായി. സിറ്റിംഗ് MP കൂടിയായ മുല്ലപ്പള്ളിയുടെ പേര് മണ്ഡലത്തിൽ ഉയർന്നു വന്നെങ്കിലും മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി നിലപാട് കടുപ്പിച്ചതോടെ നറുക്ക് മുരളീധരന് വീഴുകയായിരുന്നു. വടകരയിലെയും വയനാടിലെയും ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ കേരളത്തിലെ മുഴുവൻ UDF സീറ്റുകളിലെയും ചിത്രം തെളിഞ്ഞു. ചുരം കയറി രാഹുൽ. കോൺഗ്രസിന് ആവേശമായി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം AK ആന്റണി പ്രഖ്യാപിച്ചതോടെ ഒരാഴ്ച നീണ്ടുനിന്ന അണികളുടെ ആശങ്കകൾക്കും പ്രതിസന്ധികൾക്കുമാണ് വിരാമമായത്. ഉത്തർപ്രദേശിലെ അമേഠിക്ക് പുറമെയാണ് രാഹുൽ വയനാട്ടിലും മത്സരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ആകെ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ദക്ഷിണേന്ത്യയോടുള്ള BJPയുടെ അവഗണനയ്ക്കെതിരായ സന്ദേശം കൂടിയാണ് ഈ സ്ഥാനാർത്ഥിത്വം. ഇടതുപക്ഷത്തെ തകർക്കലല്ല, നരേന്ദ്രമോദിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെയാണ് രാഹുലിന്റെ പോരാട്ടമെന്നും വാർത്താ സമ്മേളനത്തിൽ AK ആന്റണി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് രാവിലെ മുതൽ ഡൽഹിയിൽ നടന്നത് മാരത്തൺ ചർച്ചകൾ. നിർണായക തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നേതാക്കളായ ഗുലാം നബി ആസാദും AK ആന്റണിയും KC വേണുഗോപാലും കൂടിക്കാഴ്ച നടത്തി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആവേശത്തോടെ വയനാട് DCC. രാഹുൽ വരുന്നതിൽ സന്തോഷമെന്ന് T. സിദ്ദിഖ്. തിരിച്ചടിക്കാൻ CPM. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ പുതിയ ദേശീയ ബദലിന് CPM നീക്കം. കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള കൂട്ടായ്മയ്ക്ക് ശ്രമം. മായാവതിയെ മുൻനിർത്തിയുള്ള മതനിരപേക്ഷ കൂട്ടായ്മയിൽ കോൺഗ്രസ് കാഴ്ചക്കാരാകുമെന്ന് CPM. പുതിയ നീക്കം രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ ഇടത് നേതാക്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ UDF എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കാലങ്ങളായി കേരളത്തിൽ UDFന്റെ മത്സരം LDFനോടാണ്. രാഹുലിന്റെ വരവ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ബാധിക്കില്ല. BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുകയാണ് CPMന്റെ ലക്ഷ്യമെന്നും യെച്ചൂരി. കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇടതുമുന്നണിക്കെതിരെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആര് വന്നാലും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട്. വിജയത്തിന്റെ കാര്യത്തിൽ സംശയമില്ലെന്നും പ്രതികരണം. മുഖ്യശത്രു ആരെന്ന് രാഹുൽ വ്യക്തമാക്കണമെന്ന് കാനം രാജേന്ദ്രൻ. 20 സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് രാഹുൽ. നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇടതുപക്ഷത്തോട് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നത്. സ്മൃതി ഇറാനിയെയും PP സുനീറിനെയും ഒരുപോലെ കാണുന്നതാണ് രാഹുലിന്റെ നിലപാടെന്നും കാനം രാജേന്ദ്രൻ. അമ്മയെയും പ്രതി ചേർക്കും. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും കേസെടുക്കും. നടപടി മർദ്ദന വിവരം മറച്ചുവെച്ചതിന്, മർദ്ദനത്തിന് കൂട്ടുനിന്നതിനും കേസിൽ പ്രതി ചേർക്കും. ഇളയ കുട്ടിയുടെ കാര്യത്തിൽ ആശങ്ക അറിയിച്ച് ശിശു സംരക്ഷണ സമിതി. അമ്മയെ ഏൽപ്പിക്കരുതെന്ന് നിർദ്ദേശം. അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന കുട്ടിക്ക് ഇന്ന് ട്യൂബ് വഴി ദ്രവരൂപത്തിലുള്ള ഭക്ഷണം നൽകി. കുട്ടിക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് ഇന്നലെ മെഡിക്കൽ ബോർഡ് അറിയിച്ചിരുന്നു. അതേസമയം സംഭവത്തിൽ പ്രതി അരുൺ ആനന്ദിനെതിരെ കൂടുതൽ പരാതികൾ. കുട്ടികളുടെ പിതാവിന്റെ 1 വർഷം മുൻപുണ്ടായ മരണത്തിലും ഇയാൾക്ക് പങ്കുള്ളതായി വിവരം. ബിജുവിന്റെ മരണത്തെ തുടർന്നാണ് അരുൺ ആനന്ദുമായി പരിചയപ്പെട്ടതെന്ന് യുവതി പറയുന്നുണ്ടെങ്കിലും മരണം സംബന്ധിച്ച ദുരൂഹത ബാക്കിയാണ്. വിവാഹശേഷം കരിമണ്ണൂരിൽ യുവതിയുടെ വീട്ടിലാണ് ബിജു കഴിഞ്ഞിരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പരാതി ലഭിക്കുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി. പ്രതി കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നെന്നും പോലീസ്. ഇളയ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിന് പരിക്കേറ്റിട്ടുണ്ട്. കാവൽക്കാരനായി മോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കവേ രാജ്യത്തിന്റെ കാവൽക്കാരനായി താൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സമ്പത്ത് അഴിമതിക്കാരിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. പ്രതികരണം മേം ഭി ചൌക്കിദാർ എന്ന പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ഡൽഹിയിൽ സംസാരിക്കവേ. ബാലക്കോട്ടിൽ തിരിച്ചടി നൽകിയത് സൈന്യമെന്ന് മോദി. സൈന്യത്തെ വിശ്വാസമുള്ളതുകൊണ്ടാണ് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന അന്ന മാത്യു ചേരും. നമസ്കാരം.